സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കേരളയുടെ ഗണിത അധ്യയന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലോക്കിൽ നോക്കി സമയം പറയാൻ എല്ലാവർക്കും അറിയാമല്ലോ. സമയം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിലെ ഒരു ദിവസത്തെ ആസ്പദമാക്കിയാണ് സമയം കണക്കാക്കുന്നത്. ഒരു ദിവസം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് കരുതുക. നമുക്ക് നേരെയാണ് സൂര്യൻ എന്ന് വിചാരിക്കുക. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങാൻ തുടങ്ങുകയാണ്. കറക്കം ആരംഭിക്കുകയാണ്. ആരംഭം എന്ന് പറഞ്ഞാൽ 0 നിന്ന് 0 യാത്രയാണ്. ആദ്യം നമ്മൾ 0 നിന്ന് 0 യാത്ര തിരിക്കുന്നു. 0 നിന്ന് 02 അവിടെ നിന്ന് മെല്ലെ 03 അവിടെ നിന്ന് മെല്ലെ 04 04 നിന്ന് മെല്ലെ 05 06 കിടക്കുന്നു. 6 മണിയായപ്പോൾ അമ്മ വിളിച്ചു, മകനെ എഴുന്നേൽക്കുന്നില്ലേ, ഇന്ന് സ്കൂളിൽ പോകേണ്ടതല്ലേ എന്ന്. 06 നിന്ന് 07 07 നിന്ന് 08 8 നിന്ന് 09 അവിടെ നിന്ന് 10 യാത്രയായി. 10 മണിയായപ്പോൾ സ്കൂളിൽ ബെല്ലടിച്ചു, ക്ലാസ് തുടങ്ങാറായി. 10 നിന്ന് 11 അവിടെ നിന്ന് 12 നമ്മളെത്തി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നട്ടുച്ചയാണ്, പൊള്ളുന്ന വെയിലാണ്, ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന്. 13 മണിയായപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലടിച്ചു. 13 മണിയിൽ നിന്ന് 14 മണിയിലേക്ക് കിടന്നപ്പോൾ വീണ്ടും നമ്മൾ പഠനം ആരംഭിച്ചു. 14 നിന്ന് 15 അവിടെ നിന്ന് 16 സഞ്ചരിച്ചു. 16 ആയപ്പോൾ കൂട്ട ബെല്ലടിക്കുകയും വീട്ടിലേക്ക് നമ്മൾ മടങ്ങാൻ സമയമായി. 16 നിന്ന് 17 18 എത്തി. അപ്പോൾ നമുക്കറിയാം സൂര്യൻ അസ്തമിച്ചു. 18 നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. 19 20 20 ആയപ്പോൾ അമ്മ വിളിച്ചു, അത്താഴം കഴിക്കാറായി. അത്താഴം കഴിച്ച ശേഷം അവിടെ നിന്ന് 21 അവിടെ നിന്ന് 22 22 ആയപ്പോഴേക്കും ഉറങ്ങാൻ നേരമായല്ലേ. 22 നിന്ന് 23 കടന്നു. 23 നിന്ന് 59 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ 0 എന്ന നമ്പറിൽ എത്തിച്ചേർന്നു. കൂട്ടുകാരെ, ഈ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ റെയിൽവേ സമയവുമായി ബന്ധപ്പെട്ട ഏത് ഗണിത പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് അനായാസം സാധിക്കും